ഹായ് ഡിയേഴ്സ്, വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളെ ഈ മഞ്ഞ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് കഴിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര മധുരമാണ്. ഇപ്പോൾ ഇതിന് നല്ല അടിപൊളിയായിട്ടോ നല്ല വിളഞ്ഞ് നോക്കിയിട്ട് മേടിക്കണം കേട്ടോ. ഞങ്ങളിതാ പാതിരാത്രി എഴുന്നേറ്റ് വന്നിട്ടാണ് ഈ തണ്ണിമത്തൻ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര വെള്ളമാണ്. ഈ നമ്മളെ മറ്റേ തണ്ണിമത്തനെക്കാളും വെള്ളമുണ്ട് ഇതിനകത്തെ. ജ്യൂസ് കുടിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇന്നേ കടയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഞങ്ങളുടെ ചട്ടിച്ചോറിനൊക്കെ വേണ്ടിയിട്ടുള്ള ചട്ടി വന്നതാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഒരാഴ്ചയിൽ ഒരു 50 ചട്ടിയൊക്കെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ചട്ടി തന്നെ കൊടുത്തു വിടും കേട്ടോ. ചട്ടി കഴിക്കാൻ വരുന്നവർക്ക് അത് ഇവിടുന്ന് കഴിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോകും. അല്ലാത്തവർക്ക് നമ്മൾ കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഈ മൺചട്ടിയോടെ തന്നെയാണ് നമ്മൾ പാഴ്സൽ കൊടുക്കുന്നത്. അതുപോലെ സ്വിഗ്ഗി സൊമാറ്റോയിൽ നമ്മൾ ഈ ചട്ടിയോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കമൻറ്റ് വരും കേട്ടോ, താങ്ക്സ് ഫോർ ദ ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു സിമ്പിൾ ഐറ്റംസ് ഉണ്ടാക്കാം. 2 ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ അതൊന്ന് വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ ആ ചവ്വരി എടുത്തപ്പോൾ ഭയങ്കര വലുതായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ ചവ്വരി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹാദുക്കുട്ടൻ്റെ ബബിൾ ടീ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ അതുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചവ്വരി നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല തണുത്ത പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മിൽക്ക് മെയ്ഡാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ് സിറപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് പകരം നമ്മൾ ഡേറ്റ്സ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് അല്ലെങ്കിൽ ഈത്തപ്പഴം അടിച്ചിട്ട് ചേർത്താലും മതി. ഇനി മധുരമാണെങ്കിലും അതാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഡേറ്റ്സിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇത്തിരി വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഭയങ്കര വലിയ ബോളായതുകൊണ്ട് ശരിക്കും ബബിൾ ടീ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ വഴറ്റിയിട്ടും വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ഒക്കെ ഇട്ടിട്ട് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ ക്യാബേജും സവാളൊക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ നമ്മുടെ ഒറിഗാനോയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലെ ചെറിയ ഒരു നമ്മുടെ സമൂസ ഷീറ്റ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇന്നും എണ്ണയിലൊന്നും പൊരിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മിക്സിൽ നമ്മൾ ക്യാബേജ്, സവാള, അതുപോലെ ബീഫ്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഒറിഗാനോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു മസാലയാണ് കേട്ടോ. പിന്നെ ഇത്രയും തന്നെ മതിയാകും. നമുക്ക് നല്ല സമൂസയായിട്ട് ഇത് ഉണ്ടാക്കി എടുക്കാവേ. അപ്പോൾ ഞാനിതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ്ങും ചേർത്ത് കൊടുത്തു. അതുപോലെ നമ്മളുടെ ആ ഒരു കുറച്ച് ചീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നല്ല അടിപൊളിയാണ് ഈ ഒരു മിക്സിലേക്ക് ചീസും കൂടെ വരുമ്പോഴത്തേക്കിനും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് മൈദയിൽ മുക്കോ അല്ലെ മൈദപ്പശ ചൊട്ടിക്കോ മുട്ടയിൽ മുക്കോ ഒന്നും വേണ്ട. ഇതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് നമ്മുടെ ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളുടെ ഇതിലൊക്കെ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് മൈദപ്പശയൊക്കെ ഒട്ടിക്കാണ്ട് ഇങ്ങനെ അങ്ങ് എടുക്കാം അടിപൊളിയായിട്ട്. ഇത് നീളത്തിലും എടുക്കാം കേട്ടോ. നമ്മളെ നീളത്തിലുള്ള ഒരു സമൂസ ഷീറ്റില്ല, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഓരോന്നും ആയി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഫില്ലിങ്ങും അതുപോലെ നമ്മുടെ ചീസും വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇത് ഒന്ന് മടക്കി കൊടുക്കാം. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇത് ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ആക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ടോസ്റ്ററിലാണ് ഞാനിപ്പോൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ഒന്ന് ചുരുട്ടി എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ അതായി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എൻ്റെ ബാങ്ക് വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇതുപോലെ റെഡിയാക്കുകയാണ്. അപ്പോൾ പിന്നെ ഓരോന്ന് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടച്ചു കൊടുക്കുകയാണ്. ഈ ടോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ആ ഒരു സമൂസ ഷീറ്റ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. നമ്മൾ കറുമുറാന്നിരിക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അകത്ത് ആ ഒരു ചീസിൻ്റെ ഫില്ലിങ്ങും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നേരത്തെ നമ്മളെടുത്ത ആ നീളത്തിലുള്ള സംഭവം ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് എടുക്കാം കേട്ടോ. പല ലെയറിലായിട്ട് ഈ ഒരു സംഭവം ഇരിക്കുന്ന പോലെ തോന്നും. ചീസ് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് അതിനകത്ത് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ടോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വരും. അതുപോലെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുക്കുക കേട്ടോ. ആ വലിയ സാധനം ഒന്ന് ചുരുട്ടി എടുക്കുക. പിന്നെ നമ്മൾ അന്നുണ്ടാക്കിയ ഏത്തപ്പഴത്തിൻ്റെയും അവലിൻ്റെയും കൂടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട്ലറ്റ് പോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞെണ്ണയിൽ അതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പിന്നെ കഴിക്കാൻ ബീഫ് കറിയും അരിപ്പത്തിരിയും ആയിരുന്നു.